ഓക്കെ, അപ്പം അടുത്ത ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ആയുർവേദ മസാജിങ് സെൻറ്ററിലോട്ട് പോകുക. ഒരു പെഡിക്യൂർ, ഹെഡ് മസാജ് ആൻഡ് ഒരു ബോഡി മസാജ് വിത്ത് സ്റ്റീമിങ്, ഇത്രയും ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പുനർജനി ആയുർവേദിക് മസാജ് സെൻറ്റർ. അങ്ങനെ നമ്മൾ വേട്ടമുക്ക് പാർക്കിൻ്റെ ഓപ്പോസിറ്റ് താഴോട്ടുള്ള വഴിയിൽ കൂടി ആണ് ഈ മസാജിങ് സെൻറ്ററിലോട്ട് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഞങ്ങൾ മസാജിങ് സെൻറ്ററിൻ്റെ അടുത്തെത്തി. ഇതാണ് മസാജിങ് സെൻറ്ററിലോട്ട് പോകാനുള്ള വഴി. ഓക്കെ, അപ്പം വീടെത്തി. ഇനി വീട്ടിലോട്ട്, വീടല്ല മസാജിങ് സെൻറ്റർ, വീട് തന്നെ, വീട് പോലെ 8 റൂമുള്ള ഒരു ബിൽഡിങ്ങാണ് ഈ പുനർജനി ആയുർവേദിക് മസാജിങ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മസാജിങ് സെൻറ്ററിലോട്ട് കയറാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ സ്ഥാപനത്തിലോട്ട് കയറാം. ആഴ്ചയിൽ 1-2 ദിവസം ആയുർവേദ ഡോക്ടർമാർ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരും. അങ്ങനെ വേണമെങ്കിലും അത് നേരത്തെ പറഞ്ഞിരിക്കണം. ഇനി നമുക്ക് സീനയെ ഒന്ന് കാണാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം സീനയോട് പറയാം. ഹെഡ് മസാജ്, ഫുട്ട് മസാജ്, ബോഡി മസാജും വേണം, സ്റ്റീമിങ്ങും വേണം. ഇത്രയും ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, സീനക്കുട്ടി വരൂ. ഇതാ എൻ്റെ ഫ്രണ്ടാ. ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മസാജിങ് കഴിഞ്ഞു, കിഴി കഴിഞ്ഞു. ഇനി അടുത്ത ഞാൻ സ്റ്റീം ബാത്തിന് വേണ്ടി ഇതിനകത്തോട്ട് കയറുക. ഇങ്ങനെ ഇങ്ങനെ നല്ല ചൂട് കാറ്റ് വന്നുകൊണ്ടേ ഇരിക്കുന്നു. നല്ല പുക ഇപ്പം വരുന്നുണ്ടല്ലോ. ഇതേപോലെ നമ്മുടെ നല്ല മണമുള്ള പച്ചമരുന്നുകളുടെ മണമുള്ള നല്ല പുക വന്നുകൊണ്ടേ ഇരിക്കുന്നു. എൻ്റെ ദേഹത്ത് ഇങ്ങനെ ചൂടടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഒക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കിഴിയുടെ ചെയ്തത്, ഈ പ്രാവശ്യം ഞാൻ ഓയിൽ മസാജ് വിത്ത് പൊടി മസാജ്, പൗഡർ മസാജ്, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റീമിങ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല റിലീഫ് കിട്ടും, ഡെഡ് സ്കിന്നൊക്കെ പീൽ ചെയ്യും, വണ്ണം കുറയും. അപ്പോൾ നമുക്ക് ഇനി എൻ്റെ ഈ സ്റ്റീം കഴിഞ്ഞ് നമ്മൾ അടുപ്പിച്ച് 3 ദിവസം നമുക്ക് ഈ സ്റ്റീം ബാത്ത് വിത്ത് ഈ ഓയിൽ മസാജും പൊടിയുടെ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് ഈ സ്റ്റീം ബാത്തും കൂടി ചെയ്യാന്നുണ്ടെങ്കിൽ എത്ര വണ്ണം ഉള്ളവർക്കാണെങ്കിലും വണ്ണം 1/2 ഇഞ്ച് കുറയുന്നതായിരിക്കും. ഈ കൂട്ടിനകത്തിരുന്ന്, സ്റ്റീം ബാത്ത് കൂട്ടിനകത്തിരുന്ന് ഇനി ഞാൻ കുളിച്ചിട്ട് ബാക്കി എടുക്കാം. നമുക്ക് പറയാതിരിക്കാൻ വയ്യ, നല്ല മസാജിങ് ആയിരുന്നു. ടേബിള് ഒരാൾ കഴിയുമ്പോഴത്തേനും അത് നല്ലതായിട്ട് വാഷ് ചെയ്ത്, സോപ്പും എല്ലാം നല്ലതായിട്ട് വാഷ് ചെയ്ത് അതിന് തന്നെ ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. സ്റ്റീമിങ് അത് കഴിഞ്ഞ് നല്ല ബാത്റൂം, നല്ല ചൂടുവെള്ളം കിട്ടും. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, നല്ല റിലീഫ് കിട്ടുന്ന ഒരു മസാജായിരുന്നു വിത്ത് സ്റ്റീമിങ്ങും കൂടെ. ഓക്കെ, ഈ വഴിക്ക് ഇങ്ങനെ താഴോട്ട് പോവാം. മുകളിൽ 3 റൂമുണ്ട്, താഴെ 3 മുറിയുണ്ട്. 3 പേർക്ക് ഒരു ടൈമിൽ ചെയ്യാം. പക്ഷെ നേരത്തെ വിളിച്ച് പറയണം, എങ്കിൽ മാത്രമേ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കിട്ടുന്നില്ലല്ലോ. നല്ല കുഞ്ഞായി, വണ്ണമൊക്കെ നല്ല കുറഞ്ഞു. നല്ല ആ സ്റ്റീമിങ്ങും ആയുർവേദത്തിൻ്റെ മരുന്നിൻ്റെ മണവും എല്ലാം കൂടെ നമുക്ക് പറയാം. ഇതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ, എൻ്റെ ഫ്രണ്ട്
സീനയുടെ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിരിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വേറൊരു മസാജിങ് ആയിരുന്നു. ഈ പ്രാവശ്യം ചെയ്ത് സ്റ്റീം വിത്ത് മസാജ് വിത്ത് പൊടി ചികിത്സ. ഇത്രയും ചെയ്തു. നമുക്ക് ശരീരത്തിൽ നിന്ന് ഭാരം കുറഞ്ഞതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓയിലുകൾ, ഹെയറിൻ്റെ എല്ലാ ഓയിലുകളുണ്ട്. ഫേസ് ഇടാനുള്ള എല്ലാ മാസ്ക്, പാക്ക് എല്ലാം ഇവിടെ കിട്ടും. പിന്നെ നമ്മൾ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ ധൈര്യമായിട്ട് വന്ന് ചെയ്യുക. ഇതുപോലെ ഷീലയൊക്കെ നല്ല ബോഡി മസാജും ആയുർവേദത്തിൻ്റെ എല്ലാ മസാജിങ്ങും അറിയുന്നതാണ്. ഇപ്പോഴും ഞാനും ഷേർലിയും കൂടാണ് ഇവിടെ വന്നത്. ഷേർലിയും പെഡിക്യൂറൊക്കെ ചെയ്തു. കാല് സുന്ദരിയായിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഷേർലി എങ്ങനെ ഇരിക്കുന്നു? പെഡിക്യൂർ എങ്ങനെ ഇരുന്നു? സൂപ്പറായിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ അഭിപ്രായം എങ്ങനെ? ഇനി ഈ 3 റൂമുകളിൽ ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് ഇപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരേണ്ടവർ നേരത്തെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക, വരിക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അടുത്ത പുതിയ ബോഡി മസാജിങ്. ഓക്കെ, അടുത്തൊരു മസാജിങ് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇനിയപ്പോൾ ഞാൻ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുക. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ബൈ.